അമേരിക്കൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണാത്മകമായ ഒരു ദുരന്തത്തിനാണ് കാലിഫോർണിയൻ ആകാശം സാക്ഷ്യം വഹിച്ചത്. പ്രതിരോധ രംഗത്തെ അതികായകനായ B-52 ബോംബർ വിമാനം തകർന്നു വീണുണ്ടായ വൻ അപകടത്തിൽ 8 സൈനിക ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടമായത്. എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിൽ നിന്നും പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സംഭവിച്ച ഈ ദാരുണ ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞവരിൽ ആദ്യത്തെയാളെ ഇപ്പോൾ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ അഭിമാനവും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതുമായ ടെസ്റ്റ് പൈലറ്റ് ലഫ്റ്റനന്റ് കേണൽ മൈൽസ് മിഡിൽട്ടൺ ആണ് ആകാശത്തെ ആ മഹാദുരന്തത്തിൽ ആദ്യമായി വിട പറഞ്ഞത്. മുൻ സ്ക്വാഡ്രൺ കമാൻഡർ കൂടിയായ മൈൽസ് മിഡിൽട്ടന്റെ വിയോഗം അമേരിക്കൻ വ്യോമസേനയ്ക്ക് മാത്രമല്ല ആഗോള പ്രതിരോധ മേഖലയ്ക്ക് തന്നെ നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും സങ്കീർണമായ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിൽ അസാധാരണമായ വൈഭവവുമുള്ള ഒരു പൈലറ്റിനെയാണ് ഈ അപകടത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത്. അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും വ്യോമസേനാ വൃത്തങ്ങൾ ഇനിയും മുക്തമായിട്ടില്ല. എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിലെ റൺവേയിൽ നിന്നും ആകാശത്തേക്ക് കുതിച്ചുയർന്ന ആ ഭീമൻ വിമാനത്തിന് മിനിറ്റുകൾക്കകം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അതീവ രഹസ്യമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മൈൽസ് മിഡിൽട്ടന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെക്കുറിച്ചുള്ള ഹൃദയം തകർക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുമ്പോഴും കുടുംബത്തിന് ഏറെ മുൻഗണന നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രിയ പത്നി പാം, അവരുടെ 2 ചെറിയ മക്കൾ എന്നിവരടങ്ങുന്നതായിരുന്നു മിഡിൽട്ടന്റെ ലോകം. രാജ്യത്തിന് കാവലായി ആകാശത്ത് വിസ്മയങ്ങൾ തീർത്ത ആ നാഥൻ ഇനി തങ്ങൾക്കൊപ്പം ഇല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ പെട്ടെന്നുള്ള വേർപാട് സൃഷ്ടിച്ച മാനസികവും വൈകാരികവുമായ ആഘാതത്തിൽ ഉലഞ്ഞു നിൽക്കുകയാണ് മിഡിൽട്ടന്റെ കുടുംബം. ഒരു സൈനികന്റെ കുടുംബം എന്ന നിലയിൽ വലിയ അഭിമാനത്തോടെ ജീവിച്ചിരുന്ന അവർക്ക് മുന്നിൽ ഇപ്പോൾ കനത്ത സാമ്പത്തിക വൈകാരിക വെല്ലുവിളികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ കഠിനമായ സാഹചര്യത്തിൽ അവരെ താങ്ങി നിർത്താൻ കുടുംബ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇതിനോടകം തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞു. പാമ്പിനും കുട്ടികൾക്കും തണലാകാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ജനകീയ കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ദുരന്തത്തിൽപ്പെട്ട കുടുംബത്തെ സഹായിക്കുന്നതിനായി സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ഒരു പ്രമുഖ ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമായ ഗോഫഡ്മി വഴി ഒരു ധനസമാഹരണ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. മിഡിൽട്ടന്റെ വിയോഗത്തോടെ അനാഥമായ ആ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. ക്യാമ്പയിൻ തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വൻതോതിലുള്ള സാമ്പത്തിക സഹായങ്ങളാണ് പാമിലേക്കും കുട്ടികളിലേക്കും ഒഴുകിയെത്തുന്നത്. മൈൽസ് മിഡിൽട്ടൺ എന്ന സൈനികനോട് ജനങ്ങൾക്കുള്ള ആദരവിന്റെ തെളിവ് കൂടിയായി ഈ സഹായ പ്രവാഹം മാറുകയാണ്. ഒരു ടെസ്റ്റ് പൈലറ്റ് എന്ന നിലയിൽ അമേരിക്കൻ വ്യോമസേനയിൽ മൈൽസ് മിഡിൽട്ടൺ അവശേഷിപ്പിച്ചു പോയ പൈതൃകം വളരെ വലുതാണ്. പുതിയ സാങ്കേതിക വിദ്യകളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും പരീക്ഷണാർത്ഥം പുറത്തു വന്നതിൽ അദ്ദേഹം കാണിച്ച ധീരത യുവ സൈനികർക്ക് എപ്പോഴും പ്രചോദനമായിരുന്നു. മുൻപ് സ്ക്വാഡ്രൺ കമാൻഡർ ആയിരുന്ന സമയത്ത് അദ്ദേഹം തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരിശീലനങ്ങളും നേതൃപാടവവും വ്യോമസേനാ ചരിത്രത്തിന്റെ ഭാഗമാണ്. നിരവധി മെഡലുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള അദ്ദേഹം സൈന്യത്തിൽ എപ്പോഴും ഒരു തിളങ്ങുന്ന നക്ഷത്രമായിരുന്നു. അതേസമയം കാലിഫോർണിയ നടുക്കിയ B-52 ബോംബർ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം US വ്യോമസേനയും ഫെഡറൽ ഏജൻസികളും സംയുക്തമായി ഊർജിതമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും ശക്തവുമായ ബോംബർ വിമാനങ്ങളിൽ ഒന്നായ B-52 തകർന്നു വീഴാനുണ്ടായ കാരണം സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന്റെ നിയന്ത്രണ പിഴവാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പറന്നുയർന്ന ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നും വൻ പുക ഉയർന്നതായി ചില പ്രാദേശിക ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. US വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ ആയുധ ശേഖരത്തിന്റെ നട്ടലാണ് B-52 സ്ട്രാറ്റോഫോർട്രസ് വിമാനങ്ങൾ. ദീർഘദൂര ആണവായുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം തകർന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷയെ സംബന്ധിച്ചും വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അപകട സമയത്ത് വിമാനത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പെലോഡുകൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ സൈന്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും 8 ഉന്നത ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ദുരന്തം നടന്ന എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷാ വലയമാണ് അധികൃതർ തീർത്തിട്ടുള്ളത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്ന പ്രക്രിയ സങ്കീർണമാണ്. മൈൽസ് മിഡിൽട്ടന്റെ മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചെങ്കിലും വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 7 പേരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ അവരുടെ കുടുംബങ്ങളുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അധികൃതർ.
വരും ദിവസങ്ങളിൽ മറ്റു പൈലറ്റുമാരുടെയും ജീവനക്കാരുടെയും വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് സൂചന. മൈൽസ് മിഡിൽട്ടന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരനായ ഒരു സൈനികനാണ് മിഡിൽട്ടൺ എന്ന് അവർ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ രാജ്യം ഒന്നടങ്കം പങ്കുചേരുന്നതായും അവർ വ്യക്തമാക്കി. സൈനിക ബഹുമതികളോടെയുള്ള അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകൾ എയർഫോഴ്സ് ബേസിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സാധാരണ സൈനിക ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം തന്റെ കമ്മ്യൂണിറ്റിയിലും വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു മിഡിൽട്ടൺ. സാമൂഹിക സേവനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം എയർഫോഴ്സ് ബേസിന് പുറത്തുള്ള ജനങ്ങളെയും വലിയ രീതിയിൽ സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ നൂറുകണക്കിന് ആളുകളാണ് മെഴുകുതിരികൾ കത്തിച്ചും പുഷ്പചക്രങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പ്രിയപ്പെട്ട പൈലറ്റിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഈ ദാരുണമായ ദുരന്തത്തിൽ നിന്നും പാമ്പിനും മക്കൾക്കും എത്രയും പെട്ടെന്ന് മോചനം നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് സുഹൃത്തുക്കൾ. ഗോഫണ്ട്മി പേജിൽ മിഡിൽട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി സഹപ്രവർത്തകർ കുറിപ്പുകൾ എഴുതുന്നുണ്ട്. ആകാശത്ത് വിമാനങ്ങൾ പറത്തുമ്പോൾ അദ്ദേഹം കാണിച്ച അതേ കരുതലും സ്നേഹവും തന്റെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും അദ്ദേഹം കാണിച്ചിരുന്നു എന്ന് ഒരു സഹപ്രവർത്തകൻ കുറിച്ചു. ഈ വാക്കുകൾ മിഡിൽട്ടൺ എന്ന മനുഷ്യൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വ്യോമസേനയിലെ അപകടങ്ങൾ പലപ്പോഴും തന്ത്രപ്രധാനമായ രഹസ്യങ്ങളായി സൂക്ഷിക്കാറുണ്ടെങ്കിലും ഈ B-52 ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതായതിനാൽ ജനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരും ആഴ്ചകളിൽ തന്നെ പുറത്തുവിടുമെന്ന് US എയർഫോഴ്സ് വക്താവ് അറിയിച്ചു. ഈ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആകാശത്ത് വെച്ച് ആ 8 സൈനികർക്ക് നേരിടേണ്ടി വന്ന ആ അവസാന നിമിഷങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കും. കാലിഫോർണിയൻ മണ്ണിൽ തകർന്നു വീണ ആ B-52 വിമാനം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചപ്പോൾ മൈൽസ് മിഡിൽട്ടൺ എന്ന ധീരമായ പൈലറ്റിന്റെ വിയോഗം ഒരു കുടുംബത്തിന്റെ പ്രകാശം തന്നെയാണ് അണച്ചുകളഞ്ഞത്. രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആ സൈനികന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ലോകം തലകുനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുന്ന പിന്തുണ മനുഷ്യത്വത്തിന്റെ വലിയൊരു മാതൃകയായി മാറുകയാണ്. ആകാശത്തിലെ ആ ധീരനായ പൈലറ്റിന്റെ ഓർമ്മകൾ അമേരിക്കൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കും.